എന്താടി രാവിലെ തന്നെ ഇങ്ങനെ ബഹളം വെക്കുന്നേ? അത് നോക്കിയേ അമ്മ. ഇത് കണ്ട അമ്മ ഞെട്ടിയില്ലേ? ഞാനും ഞെട്ടി. പേടിക്കണോടോ, തല്ലാനൊന്നുമല്ല. എനിക്കിപ്പം നിന്നോട് നന്ദിയാ തോന്നുന്നത്. ഇത്രയും കാലവേ ഇവൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഊഹിക്കാനേ കഴിയൂ. പ്രഗ്നന്റ് ആയതിന്റെ കൂടെ ഇപ്പൊ കയ്യും പൊള്ളിയിരിക്കല്ലേ. തുണി കഴുകാനും മറ്റും ഇവൾ എന്തുമാത്രം പാടുപെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. പക്ഷെ നീ ഇന്നലെ സാരി കഴുകുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവളുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ആലോചിച്ചത്. ഇവളെ സഹായിക്കുന്നതിനെ കുറിച്ച് ഇതിനു മുമ്പ് ചിന്തിക്കാത്തതിൽ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. അതാ രാവിലെ തന്നെ ആ തെറ്റ് തിരുത്തിയത്. ഗിരിയേട്ടൻ ഇത് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചല്ലോ, എനിക്കത് മതി. എന്റെ കൈ ഇപ്പൊ ഒരുവിധം ഭേദമായി. എന്തായാലും വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, എന്റെ ഡ്രസ്സിന് ഗിരിയേട്ടൻ കഴിവണ്ട. എന്തായാലും ഇന്നു മുതലേ എന്റെ ഡ്രസ്സ് ഞാൻ തന്നെ കഴുകിക്കോളാം. ഗിരിയേട്ട അത് ഒന്നും പറയണ്ട, ഇത് ഞാൻ തീരുമാനിച്ചതാ. ഞാൻ ഭാര്യയുടെ സാരി കഴുകുമെന്നായിരുന്നില്ലേ നിന്റെ സംശയം? ഇപ്പൊ വീട്ടിലെ ജോലി ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ലാന്ന് മനസ്സിലായല്ലോ. ഗിരിയേട്ടനെ പോലെ അല്ല സഞ്ജുവേട്ടൻ. ഗോപാൽജിയുടെ മകൻ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നത് അദ്ദേഹത്തിന് നാണക്കേടല്ലേ? എന്താ ഇവന് തലയിൽ 2 കൊമ്പുണ്ടോ? നിനക്ക് ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ജോലി ചെയ്തേ പറ്റൂ. അത് വീട്ടിൽ വേണോ അതോ പുറത്ത് വേണോ എന്ന് നീ തന്നെ തീരുമാനിച്ചോ. വെറുതെ മടി പിടിച്ച് നടക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്താക്കും. നീ കുറച്ചും കൂടി സൂക്ഷിച്ച് സംസാരിക്കുന്നതല്ല. ഡാഡിയുമായിട്ട് എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി കാണും. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും ഒന്നാവും. അന്ന് എന്നെ ബുദ്ധിമുട്ടിച്ചതിന് ഡാഡി നിന്നോട് കണക്ക് ചോദിക്കും. എനിക്ക് നിന്റെ ഡാഡിയെ പേടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നിന്റെ അച്ഛന്റെ പേര് കേട്ട് പേടിക്കുന്ന ആരും ഇവിടെ ഇല്ല. ഈ വീട്ടിൽ കഴിയണമെങ്കിൽ അമ്മ പറയുന്നത് കേട്ട് നടന്നോണം. അപ്പൊ ഞാൻ അലക്കുന്നത് തുടരേണ്ടി വരുമല്ലേ? നിനക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ? എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സഞ്ജുവേട്ടാ, ഞാൻ പ്രഗ്നന്റ് അല്ലേ. ഭാരിച്ച ജോലി ചെയ്ത് കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ എന്ത് ചെയ്യും? അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം.